തീർച്ചയായും അത്തരത്തിലുള്ള ചില സുപ്രധാനമായിട്ടുള്ള പ്രതീക്ഷകൾ ബാങ്കിങ് മേഖലയും പങ്കുവയ്ക്കുന്നുണ്ട്. ശ്രീ ജീമോൻ കോരയുണ്ട്, കാൻകോർ ഇൻഡസ്ട്രീസിന്റെ MD ആണ്. ശ്രീ ജീമോൻ, ഈ ഒരു ഘട്ടത്തിൽ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ സർക്കാരിന് മുന്നിലേക്ക് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന്, വ്യവസായികളുടെ ഭാഗത്തു നിന്നൊക്കെ നിർദ്ദേശങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ എന്ത് തരത്തിലുള്ള നടപടിയായിരിക്കും സർക്കാർ സ്വീകരിക്കുക എന്നുള്ളൊരു ചോദ്യം പ്രധാനമായും ഉയർന്നു വരുന്നുണ്ട്. ഒപ്പം തന്നെ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകില്ല എന്നാണ് നിർമ്മലാ സീതാരാമൻ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ധനക്കമ്മി കുറയ്ക്കുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഈ സർക്കാരിന് മുന്നിലുള്ളത്, ധനകാര്യമന്ത്രിയുടെ മുന്നിലുള്ളത്. അപ്പോൾ അതിനൊക്കെയുള്ള നടപടികൾ ഈ ഒരു ബജറ്റിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? അല്ല, ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാല് എലക്ഷൻ ഇയറും കൂടെ ആണല്ലോ. അപ്പൊ അത് നമ്മൾ മറക്കരുത്. അപ്പം ഒരു ബാലൻസ്ഡ് ബഡ്ജറ്റ് ആകാൻ വഴിയുള്ളു. അപ്പൊ ഇതില് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 4 ഫോക്കസ് ഏരിയാസ് ആണ് ഫിനാൻസ് മിനിസ്റ്റർ ഫോക്കസ് ചെയ്യാൻ പോകുന്നെന്നുള്ളത്. പക്ഷെ ഇതിനും ഒക്കെ ഇതായിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ് ഓൺ ഇൻഫ്രാസ്ട്രക്ചർ അത് ഡെഫിനറ്റ് ആയിട്ട് ഒരു ഫോക്കസ് ഏരിയ ആയിരിക്കും. കാരണം അതില്ലാതെ ഒരു ഡെവലപ്മെന്റ് വരാൻ വഴിയില്ല. അപ്പം വി ക്യാൻ എക്സ്പെക്ട് മോർ ഇൻ റോഡ്സ്, റോഡ് ഇൻഫ്രാസ്ട്രക്ചർ, റെയിൽവേസ്, വാട്ടർ, സാനിറ്റേഷൻ, ഇലക്ട്രിസിറ്റി, ഹെൽത്ത് കെയർ, ഓൾ ഈ ഒരു കംപ്ലീറ്റ് ഏരിയ ഇൻഫ്രാസ്ട്രക്ചറിൽ ശരിക്കും ഇൻവെസ്റ്റ്മെന്റ്സ് വരാനുള്ള സാധ്യതകൾ ഉണ്ട്. സോ അലോങ് വിത്ത് ദാറ്റ് എംപ്ലോയ്മെന്റ് ഇൻ ദോസ് സെക്ടേഴ്സ് ഓൾസോ. പിന്നുള്ളത് നമുക്ക് പറയാനുള്ളത് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം. ഇപ്പം മുമ്പൊക്കെ എല്ലാവരും ഗവൺമെന്റ് ജോബ്സ് ഒക്കെ വേണമെന്നും പറഞ്ഞുള്ള ഒരു ആഗ്രഹമായിരുന്നു. ഇപ്പം അങ്ങനെ നമ്മുടെ യൂത്ത് നോക്കിക്കഴിഞ്ഞാൽ they're also enterprising. അപ്പം there is so much of new startups coming out of India, so many unicorns coming out of India. അതൊരു ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് ആൻഡ് എനർജിയാണ് നേഷന് തന്നെ ഉള്ളത്. അപ്പൊ അത് ഡെഫിനറ്റ് ആയിട്ട് അതിന്റെ ഒരു കണ്ടിന്യൂറ്റിയും അതിന്റെ ഒരു സപ്പോർട്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദാറ്റ് ഇസ് ഫോർ ഷുവർ. പിന്നുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. അത് ഈ കംപ്ലയൻസസ് ഒക്കെ കുറയ്ക്കണം എന്നൊക്കെ, ഗവേണൻസ് കുറയ്ക്കണം, ബട്ട് മേക്ക് ഇറ്റ് മോർ ഇൻഡസ്ട്രി ഫ്രണ്ട്ലി, ഈസിയർ പോളിസീസ്. അപ്പൊ ആ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ കുറെയൊക്കെ മാറിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ വി ആർ നോട്ട് ഇൻ ദ ടോപ്പ് 50 or 60 countries in the world in ease of doing business. അപ്പൊ അത് മാറണം. അത് ഇറ്റ്സ് നോട്ട് an overnight journey, it will take time. But that process has started and that process has to continue. അപ്പം these probably are going to be the focus areas. പിന്നെ ഒരു കാര്യം നമ്മൾ one place where we lag behind is the investments in R&D and innovation. This is an area that the government has to promote in helping out collaborations with universities globally, with centers of excellence across the world. If we don't have, also invite investment into India for R&D and innovation. കാരണം നമ്മുടെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് പവർ is our soft power, our human resources, which is extremely knowledgeable and extremely good in communication skills. So that is the strength of India. അപ്പം can we invite investments into R&D and innovation into India? I think this should be the kind of focus that we will be looking at from the industry will be looking at from the budget. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിന് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അവസരങ്ങൾ ലഭ്യമായിരുന്നോ? ഉണ്ട്. ഞങ്ങൾ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസിന്റെ ത്രൂ നമ്മൾ ഇങ്ങനത്തെ സജഷൻസ് കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റിന്. വി വർ റിക്വസ്റ്റഡ് ആൻഡ് വി ഹാവ് ഗിവൻ ദ സജഷൻസ്. അനുകൂലമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ളൊരു ഉറപ്പ് കൂടി ലഭ്യമായിട്ടുണ്ടായിരിക്കും. ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഇരിക്കുന്നത്. എപ്പോഴും പ്രതീക്ഷയാണല്ലോ. അതെ, തീർച്ചയായും വളരെ നന്ദിയുണ്ട് ഈ ഘട്ടത്തിൽ പ്രതികരിച്ച ശ്രീ ജോമോൻ കോര. ശ്രീ AG ജോർജ്, ഈ അങ്ങ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഈ തൊഴിലവസരങ്ങളുടെ ലഭ്യതക്കുറവ്,